ഓക്കെ ഗൈസ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ മറ്റേ കഴ്സഡ് കാറിൻ്റെ ആ ഒരു സീരീസിൻ്റെ ബാക്കി വീഡിയോസുകളൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ കഴ്സഡ് കാറിൻ്റെ ആ ഒരു സീരീസുകളൊക്കെ അവസാനിക്കുന്നതാണ്. പിന്നെ നമ്മൾ വേറെ കിടുക്കാച്ച് ക്രിസ്മസ് വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും വീണ്ടും വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ അവസാനമായിട്ട് വീഡിയോകളൊക്കെയാണ് ഗൈസ്. എന്തായാലും ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കണം വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ബാക്കി കണ്ടിന്യൂഷനുകളൊക്കെയാണ്. ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കഴ്സഡ് കാറിൻ്റെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് നമ്മളെന്നാലും വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ്, നമ്മളാണെങ്കിൽ ഒരു വിധം എന്തായാലും ഗൈസ് ആര് കേഴ്സഡ് കാറിൻ്റെ നിന്ന് രക്ഷപ്പെട്ടെന്നല്ല ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയെങ്കിലും ആര് കേഴ്സഡ് കാർ നമ്മളെ മര്യാദയ്ക്ക് വിടുമെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത. എൻ്റെ മോനെ, നമ്മളെ ഇന്നലെ ഇട്ട ആ വീടാണ് ഗൈസ് ആ കാണുകയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ ഡിഫൻഡറുകളൊക്കെ തിരിച്ചു കിട്ടിയ കേട്ടോ. ഈ വണ്ടിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. നമ്മളാണ് ഈ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുത്തേക്കാണ്. നമുക്കിപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാണ് കേസ്. അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേസ്. നമുക്ക് എങ്ങനെയെങ്കിലും കേസ് ആ ഒരു കഴ്സഡ് കാറിനെ എന്തായാലും ഒന്ന് ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ആ ഒരു കഴ്സഡ് കാർ അല്ലെങ്കിൽ നമ്മളെ കൊല്ലും കേസ്. നമുക്കത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം കേസ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് രീതിയിലും നശിപ്പിച്ചാലും ആ വണ്ടിക്ക് പടയാളികൾ കൂടിക്കൂടി വരെയാണ് കേസ്. ഇപ്പം തന്നെ ആ വണ്ടിക്ക് 2 പടയാളികൾ കണക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ മെയിനായിട്ടുള്ള കാറിനെങ്ങളൊക്കെ നമ്മളതിനെ നശിപ്പിച്ച് കൊന്ന് കളയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പടയാളികളായിട്ട് 4 പേരാവുന്നതാണ്. എന്ന് വെച്ചാൽ പടയാളികളെ കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, മെയിനായിട്ടുള്ള ആ ഒരു കേഴ്സഡ് കാറിനെ കൊന്നാലാണ് പ്രശ്നമുള്ളത്. പടയാളികളെ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ മെയിൻ സാധനത്തിനെ കൊന്നാലല്ലേ കേസ് വല്ല കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് മെയിനായിട്ടുള്ള ആ GTR എങ്ങനെയെങ്കിലും നമുക്ക് നശിപ്പിച്ച് കളയണം കേസ്. ആ മെയിനായിട്ടുള്ള ആ ഒരു കേഴ്സഡ് GTR എങ്ങനെ നശിപ്പിച്ച് കളയണം. നമ്മളിപ്പോൾ ഒരുവിധം അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം കണ്ടപ്പോൾ മനസ്സിലാവും, നമ്മൾ അടിച്ച് തെറിപ്പിച്ചിട്ടാണ്. പിന്നെ നമ്മൾ കണ്ണുറന്ന സമയത്ത് കേഴ്സഡ് കാർസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതൊക്കെ എങ്ങോട്ടൊക്കെയോ പോയിരുന്നു. നമ്മൾ ബീച്ചിൽ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ ഓടി നമ്മുടെ ഡിഫൻഡർ റിപ്പയർ ആക്കി നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് പറഞ്ഞ വഴികളൊക്കെയാണ്. നമുക്ക് നല്ല തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്തവസ്ഥയാണല്ലോ കേസ്, ആ ഒരു കേഴ്സഡ് കാർ നമുക്കിട്ട് നല്ല 8ൻ്റെ പണികളാണ് തന്നുകൊണ്ട് നിൽക്കണമെന്ന് വെച്ചാലൊക്കെ. നമുക്കിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും കയറാം കേസ്. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്താൽ കാറിനെ നശിപ്പിക്കണം കേസ്, അല്ല ശരിയാവത്തില്ല. എൻ്റെ മോനെ, നൈസായിട്ട് പണിപ്പാളിയേക്കാണ്. ഇതെന്താണ് ഗൈസ്, നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകെ തന്നെ വരികയാണ് ഗൈസ് ഈ കേഴ്സഡ് കാറുകളൊക്കെ. എന്ത് ചെയ്യാനല്ലേ ഗൈസ്. നമുക്കെന്നാലും നമ്മുടെ ഡിഫൻഡറുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ എത്ര ഈ വണ്ടിയോടെ ചോദിച്ചിട്ട് ഈ വണ്ടിയുടെ ആവശ്യം എന്താണ് നമ്മളോട് പറയണല്ലേ ഗൈസ്. നമ്മളിപ്പോൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, വെളിയിൽ പേടിച്ചോടിക്കളയായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ വണ്ടി നമ്മളെ തന്നെ പിടിക്കും. പക്ഷെ എൻ്റെ ഈ വണ്ടി എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റൂ ഗൈസ്, അല്ലാതെ ശരിയാവത്തില്ല. എൻ്റെ പൊന്നടാ, ഇവിടെ 2 പടയാളികളും കിടപ്പുണ്ട്, മെയിൻ കാറും കിടപ്പുണ്ട്. ഈ കാറിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. എന്താണ് നമ്മളായിട്ട് ഇങ്ങനെ ദ്രോഹിക്കണമെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. നമുക്കെന്തായാലും കേസ് നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയിലൂടെ തന്നെ ചോദിക്കാം ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്നൊക്കെ. ഗൈസ്, നമ്മളെന്തായാലും ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ നമ്മളെന്തായാലും ഓരോ സാധനങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ വണ്ടിയാണെങ്കിൽ ഒരു മറുപടി പോലും നമുക്കെന്തായാലും തിരിച്ചിങ്ങോട്ട് തരണില്ല കേട്ടോ. പക്ഷേ നമ്മൾ ചോദിക്കണതിനനുസരിച്ച് ഈ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനുകളൊക്കെ വണ്ടിയുടെ ചോദിച്ച സമയത്ത് ഈ വണ്ടി ഫുള്ള് റെഡ് കളറായി. നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഈ വണ്ടിയുടെ ഈ റെഡ് കളറുകളൊക്കെ നല്ല രീതിക്ക് ഡാർക്കായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് നല്ല രീതിക്ക് ദേഷ്യം പറഞ്ഞ തോന്നിട്ട് നമ്മളെ ചോദ്യങ്ങളൊക്കെ കേട്ടതൊക്കെ. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടി നശിപ്പിച്ചേ പറ്റൂ കേസ്, അല്ലാതെ ശരിയാവത്തില്ല. നമ്മളങ്ങനെ ഗണ്ണുകളൊക്കെ നൈസായിട്ട് എടുത്തേക്കാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു വണ്ടി എങ്ങനെയെങ്കിലും നശിപ്പിച്ചാൽ എന്തായാലും പറ്റുമോ കേസ്, അല്ലാതെ വേറെ ശരിയാവത്തില്ല. നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയുടെ ഞാൻ ചോദിക്കാം, വണ്ടി എൻ്റെ ഷിൻചാനെ മര്യാദയ്ക്ക് നീത്താ, അല്ലെങ്കിൽ നിൻ്റെ കാര്യം തീർന്നട GTR, നിന്നെ ഈ സ്പോട്ടിൽ തന്നെ കത്തിച്ചളയാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ഈ വണ്ടി ഒന്നും മിണ്ടടില്ല കേട്ടോ. ഇതെന്താണ് ഈ സംഭവം എനിക്ക് അറിയണം. ഞാൻ എന്തായാലും എൻ്റെ ഗ്ലാസ് നൈസായിട്ട് അടിച്ച് പൊട്ടിച്ച്, ഇത് മാത്രമല്ല ഇതിൻ്റെ പടയാളിയുടെ ഗ്ലാസും കൂടെ അടിച്ച് പൊട്ടിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മളെ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കെന്നാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മെയിനായിട്ടുള്ള വണ്ടിക്ക് എൻജിനിൽ നടക്കുന്ന നൈസായിട്ട് തകർന്നേക്കാണ്. നമുക്കെന്തായാലും എന്നെ ചവിട്ടി പൊട്ടിക്കാൻ കേസ്, അല്ലാതെ നടക്കത്തില്ല. എന്താണ് സീൻസ്, എന്താണ് പൊളിയണമല്ലോ തേങ്ങാക്കൊല. നമുക്ക് എങ്ങനെയും ഷിൻചാനെ രക്ഷിച്ചേ പറ്റൂ കേസ്. നമുക്ക് ഇതിനെ ചവിട്ടി അരയ്ക്കാം കേസ്. ഇന്നത്തോടെ ഈ കാറിൻ്റെ സ്റ്റോറി ഇവിടെ വെച്ച് തീരണം കേസ്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ കഴ്സഡ് കാറിനെ ചവിട്ടി പൊട്ടിക്കാണ്, മൊത്തത്തിൽ അടിച്ച് നശിപ്പിച്ചേക്കാണ്. ഇന്നത്തോടെ തീർന്നട കേഴ്സഡ് കാറെ, നിന്നെ അടിച്ച് ഞാൻ വെളിയിൽ അടിച്ചെറിയാൻ പോണ്. നമുക്കെന്നാലും ഇതിൻ്റെ ഇവന്മാരെ കൂടെ തന്നെ നമുക്ക് ഇതിനെ കൂടെ നശിപ്പിച്ചാൽ കളയാൻ കേസ്.
അല്ല ശരിയാവത്തില്ല. ഓക്കെ, ഈ കഴ്സർ കാരണം എനിക്ക് നശിപ്പിച്ചേ പറ്റത്തുള്ളൂ കേസ്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ കേസ്, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും കേസ് ഈ ഒരു കഴ്സർ കാരണം ഇവിടെ അടിച്ച് നമ്മളങ്ങനെ എറിഞ്ഞേക്കാണ്. ഇനി ഒരിക്കൽ കൂടെ അവസാനമായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും നമ്മളിപ്പോൾ തന്നെ ഇതിനെ കത്തിച്ച് കളയുന്നതാണ്. എടാ കഴ്സർ കാരണം മര്യാദയ്ക്ക് പറയടാ, എൻ്റെ ഷിൻചാൻ എവിടെടാ? ഓക്കെ കേസ്, നൈസായിട്ട് പണി പാളിയേക്കാണ് കേസ്. ആ ഒരു കഴ്സർ കാരണങ്ങളൊക്കെ നമ്മൾ അടിക്കാനായിട്ട് വരെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കേസ് നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് എന്തായാലും പോകും. നമ്മൾ അത്രയും ചോദിച്ചിട്ട് ആ കഴ്സർ കാരണങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ആൻസറിങ്ങളൊക്കെ ചെയ്തേക്കാണ് കേട്ടോ. ആ കഴ്സർ കാർ പറയണമെന്ന് വെച്ചാൽ ആ കഴ്സർ കാരണങ്ങളൊക്കെ നമ്മുടെ ഷിൻചാനെങ്ങളൊക്കെ അടിച്ച് തൂക്കി ഒരു സ്ഥലത്ത് കൊണ്ട് അടിച്ചെറിഞ്ഞെന്നാണ് എന്തായാലും പറയണം. പക്ഷെ ഏത് സ്ഥലമെന്നൊന്നും അവൻ പറയണല്ലോ. അവൻ നമ്മുടെ ഷിൻചാനെ കൊന്നിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് എങ്ങനെയും അവനെ കണ്ടുപിടിക്കുന്ന കേസൊക്കെ ആ കഴ്സർ കാരണങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നത് നൈസായിട്ട് പണിപ്പാളി കേസ് നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. നമുക്കെന്തായാലും കേസ് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കും. ഈ വണ്ടി പിന്നെ ഡാമേജ് ആയ കേസ്, ഇതിൻ്റെ 2 ഡോർ ഇളവി പോയേക്കാണ്. ഓക്കെ, എന്താണ് കേസ് നമ്മുടെ ഷിൻചാനെ എവിടെയാണ് കൊണ്ട് കളഞ്ഞേക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷിൻചാൻ്റെ ഫോണുണ്ട്, ഞാൻ ഒരു ഐഡിയ ചെയ്യാനായിട്ട് എന്തായാലും പോവുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും ഫസ്റ്റ് എന്തായാലും പോകാൻ കഴിച്ചു. എന്നിട്ട് നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് പറഞ്ഞ് നമുക്ക് എന്തായാലും അവൻ്റെ നമ്പറുകളൊക്കെ നൈസായിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ഷിൻചാനുകളൊക്കെ എവിടെയാണ്. നമ്മൾ കിടന്ന ആ ഒരു വീട്ടിലൊന്നും തന്നെ അവയില്ല കേട്ടോ, സെപ്പറേറ്റ് വേറെ എവിടെയോ അവനെ കൊണ്ട് ആക്കിയേക്കാണ്. ഓക്കെ, നമ്മളങ്ങനെ ലെസ്റ്ററുകളൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാൻ കഴിച്ചു. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പോൾ ആ ഒരു കേസർ കാറിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ ഒരു കാർ ഫുള്ള് സ്പോട്ടഡ് ആയിട്ടുണ്ട്, നമ്മുടെ ഈ ഡിഫൻഡർ കണക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് എന്തായാലും ഇട്ടിരിക്കാൻ കേസ്. ഓക്കെ, അപ്പോൾ ആ കേസർ കാറുകളൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഈ വണ്ടി കളഞ്ഞിട്ട് പോയെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ വല്ല വണ്ടി വല്ല എടുത്തിട്ട് എന്തായാലും പോകാം. ലെസ്റ്ററിൻ്റെ ഒരു BMW M3 കണക്കുണ്ട്, നമുക്ക് എന്തായാലും അതെന്തായാലും എടുത്തിട്ടാണ്. ഫസ്റ്റ് എന്തായാലും നമുക്ക് ലെസ്റ്ററിനോട് സംസാരിച്ച് നമ്മുടെ ഷിൻചാൻ്റെ നമ്പർ കണക്ക് നൈസായിട്ട് എന്തായാലും ഹാക്ക് കണക്ക് എന്തായാലും ചെയ്തിട്ട് എന്തായാലും വരാം. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഷിൻചാൻ്റെ ലൊക്കേഷനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ സത്യം പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയാമോ ഗൈസ് കാണിക്കണമെന്ന് വെച്ചാൽ, ഈ ഒരു ലൊക്കേഷൻ കാണിക്കണം എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഒരു ജുറാസിക് പാർക്ക് കാര്യങ്ങളൊക്കെ അല്ലേ, ജുറാസിക് പാർക്ക് എന്നുള്ള കഴിഞ്ഞിട്ടൊരു ബീച്ചുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളെന്തായാലും അവസാനമായിട്ട് ആ ഒരു കേസർ കാറുകളൊക്കെ അടിച്ച് പരിവാക്കിയ ആ ഒരു ഏതാണ് ബീച്ച്, ആ ഒരു ബീച്ചിലുള്ള ഒരു വീട് പോലത്തെ ഒരു സാധനത്തിലാണ് നമ്മുടെ ഷിൻചാൻ്റെ ലൊക്കേഷൻ കാണിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ BMW കീ കണക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടികളൊക്കെ ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് എന്തായാലും പാർക്ക് ചെയ്ത് കണക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും വെളിയിൽ എന്തായാലും കൊണ്ടെന്നാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന ഒരു ആളുകൾക്കുണ്ട്. അയാളുടേലായിരുന്നു വണ്ടിയുടെ കീങ്ങളൊക്കെ. ഓക്കെ, നമ്മളെന്തായാലും അയാളോട് പോയി ചോദിച്ചപ്പോൾ അയാൾ എന്തായാലും വണ്ടി എടുത്ത് എന്തായാലും വെളിയിലിട്ടെന്ന്. ഇതിൻ്റെ അകത്തായിരുന്നു ഈ വണ്ടി കിടന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി എടുക്കാം കേസ്. ഓക്കെ, ലെസ്റ്റർ ഈ വണ്ടി ഓടിക്കാനായിട്ട് തന്നേക്കാണ്. നമ്മുടെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാളും കേസ്. ഓക്കെ, നമുക്ക് ആ ഡിഫൻഡർ പിന്നെ വല്ലതും വന്നെന്തായാലും എടുക്കാം കേസ്. നമുക്ക് പിന്നെ എൻ്റെ കളറും കൂടെ ഒന്ന് മാറ്റണം കേസ്. ഓക്കെ, ഈ കളർ ഇനി ശരിയാവത്തില്ല, കാരണം വെച്ചാൽ കേസർ കാരണം നന്നായിട്ട് അറിയാക്കെ ഈ ഒരു കാറാണ് നമ്മുടേതെന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഉപേക്ഷിച്ചത്. നമുക്കെന്തായാലും ആ വണ്ടി വേണം കേട്ടോ. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴും ആ വണ്ടി വല്ലതും ശരിയാക്കി വല്ലതും എടുക്കാം. നമുക്കിപ്പോൾ ലെസ്റ്ററിൻ്റെ ഒരു BMW കൊണ്ട് നമുക്ക് നേരെ എന്തായാലും ആ ഒരു ബീച്ചിലോട്ട് നമുക്ക് എന്തായാലും പോകാം കേസ്. ഓക്കെ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഷിൻചാൻ ഉണ്ടായിരുന്ന, പക്ഷെ എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് കഷ്ടമെന്ന് വെച്ചാൽ. ഓക്കെ, എൻ്റെ പൊന്നടാ ഇതിൻ്റെ ഡോറും പോയി കേസ്. എന്ത് കഷ്ടമാണല്ലോ, നമ്മുടെ ലെസ്റ്ററിൻ്റെ BMW ഡോറും പോയേക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പെടച്ചൻ എന്തായാലും വിടാൻ കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്തായാലും കയറി എന്തായാലും പോവാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിൻ്റെ ഏരിയയിലോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ, നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നമ്മളെന്തായാലും ജുറാസിക് പാർക്കിൻ്റെ ഏരിയയിലോട്ട് നമ്മളങ്ങനെ വന്നേക്കാണ്. ഈ ഒരു BMW ഒരു ഡോർ പോയി. ഇതെന്താണ് എൻ്റെ മോനെ, നമ്മൾ കണ്ട ആ വണ്ടിയുടെ വെളിയിൽ നിന്ന് വീണ് കേട്ടാ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും BMW നമുക്ക് നൈസായിട്ട് എടുക്കാം കേട്ടോ. ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ലെസ്റ്ററിൻ്റെ വണ്ടിയാണ്, ഡോറുകളൊക്കെ പോയേക്കാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഷിൻചാനെ പിടിച്ചില്ലെങ്കിൽ ആ കേഴ്സർ കറച്ച് മിക്കവാറും ഷിൻചാനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ലെസ്റ്ററിനെ ശരിയായി കൊടുക്കാം കേസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ എന്തായാലും നമുക്ക് ഷിൻചാൻ്റെ അടുത്തോട്ട് എന്തായാലും കത്തിച്ചെന്നാലും വിടാൻ കേസ് ഈ ഒരു വണ്ടി കൊണ്ട്. ഓക്കെ ഓക്കെ കേസ്, നമ്മളെന്തായാലും ബീച്ച് പറഞ്ഞ ഏരിയയിലോട്ട് നമ്മളെന്തായാലും വണ്ടി കൊണ്ട് എന്തായാലും പെടച്ചെന്തായാലും വിടുകയാണ് കേസ്. ഓക്കെ കേസ്, നമ്മളെന്തായാലും വഴി വെച്ച് നമ്മുടെ വണ്ടികളൊക്കെ നൈസായിട്ട് ഒന്ന് മാറ്റിയിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ലെസ്റ്ററുകളൊക്കെ നമ്മൾ ജസ്റ്റ് എന്തായാലും ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ കേസ്, ആ ഒരു കഴ്സഡ് കാറുകളൊക്കെ നമ്മൾ പോണ ഫുൾ ലൊക്കേഷനുകൾ കംപ്ലീറ്റ്ലി ട്രാക്ക് ചെയ്ത് കണക്ക് എന്നാലും പിടിച്ച സമയത്ത് നമ്മുടെ ഒരു BMW പോണ ആ ഒരു ലൊക്കേഷനുകളൊക്കെ ആ വണ്ടികളൊക്കെ നൈസായിട്ട് ട്രാക്ക് ചെയ്ത് പിടിച്ചു. അതുകൊണ്ട് ലെസ്റ്ററുകളൊക്കെ പറഞ്ഞ് ആ വണ്ടി എങ്ങോട്ടെങ്കിലും മാറ്റിയല്ലോ ഇട്ടിട്ട് വേറെ വല്ല വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് അതിട്ട് നമ്മുടെ ഷിൻചാനെ കണ്ടുപിടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെന്തായാലും വേറൊരു ഫോർച്യൂണറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മളങ്ങനെ
വട്ടം വെച്ച് നമ്മളങ്ങനെ ആ വണ്ടി നൈസായിട്ട് എടുത്ത് നോക്കി. ലെസ്റ്ററിൻ്റെ BMW സേഫായിട്ട് നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ ഫ്രണ്ടിൽ ആ സൈഡിൽ കൊണ്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഇപ്പോൾ നമ്മളങ്ങനെ ബീച്ചിൻ്റെ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഹൗസ് പോലത്തെ ഈ ഒരു സാധനത്തിൽ ഷിൻചാൻ ഉണ്ടെന്നാണ് കാണിക്കണത്. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്നെ രക്ഷിക്ക്, ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഷിൻചാൻ എവിടെടാ? ഷിൻചാൻ നീ എവിടെയാടാ? ഷിൻചാനെ നീ എവിടെയാടാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടാ ഷിൻചാനെ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചിടാ? ആ കഴ്സഡ് കാറാണ് നിന്നെ ഇവിടെ കൊണ്ടിട്ട്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ കഴ്സഡ് കാറാണ് എന്നെ ഇവിടെ കൊണ്ടിട്ട്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് അനങ്ങാനേ പറ്റൂല. കാരണം എനിക്കൊരു സഹായം ഇല്ലാതെ ഒരാളുടെ അടുത്ത് അല്ലാതെ തന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ എൻ്റെ കയ്യിലുള്ള ഈ കെട്ടെന്നഴിച്ച ആ കഴ്സഡ് കാർ എന്നെ അടിച്ചൊരു പരിവാക്കി. ആടെ ഷിൻചാനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പം നിന്റെ കെട്ടഴിച്ചുതരാം. ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മളങ്ങനെ ഷിൻചാനെ നമ്മളങ്ങനെ രക്ഷിച്ചേക്കാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇതേത് ഫോർച്യൂണർ? എടാ അതൊക്കെ ഒന്ന് പിന്നെ പറഞ്ഞു തരാം. ഒന്ന് വണ്ടി ഒന്ന് കയറാ. ആ കഴ്സഡ് കാർ എങ്ങനെ ഈ ഏരിയയിലോട്ട് പറഞ്ഞതിന് മുമ്പേ തന്നെ നമുക്ക് പോകണം. എടാ ഷിൻചാൻ ഇത് ഞാൻ വഴിയിൽ നിന്ന് അടിച്ചുമാറ്റിയ വണ്ടിയാണ്. ഓഫ് ഇത് എന്താണ് സീൻ? എടാ ഷിൻചാൻ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് വണ്ടി നൈസായിട്ട് മാറ്റിക്കളെ. കാരണം ഈ വണ്ടിയാണെങ്കിൽ മൂവ് ആവണില്ല. ഈ വണ്ടിയുടെ സൈഡുകളൊക്കെ അവിടെ എന്തോ ഇടിച്ചെന്നാലും നിൽക്കുകയാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നോക്കുന്നാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ അവിടെ ആയിട്ടൊരു പഴയ ഒരു മഹീന്ദ്ര താറ് കിടപ്പുണ്ട്. നമുക്ക് അതെടുത്തിട്ടോ. ആടാ ഷിൻചാനെ ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് ആ താറ് എടുത്തിട്ടോ. ഇത് ആരുടെ ഒരു താറാണ്, ഞാൻ അവിടെ നിന്ന് കണ്ടതാണ്. നമുക്ക് ഈ വണ്ടി എടുത്തിട്ടോ. ഈ വണ്ടി പിന്നെ ലോക്കൊന്നുമല്ല. ഇതിന്റെ ഓണർ അവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് പോയാടന്ന്. ഇവിടെ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിക്കണം അവൻ്റെ ഒരു താറ്. എൻ്റെ പൊന്നടാവേ ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് ആരെ ഫോർച്യൂണർ? എടാ അത് എൻ്റെ ഫോർച്യൂണർ നല്ലടാ. വഴിയിൽ നിന്ന് അടിച്ചു പറ്റിയാണ്. ഞാനാണെങ്കിൽ എൻ്റെ ആ ഒരു ഡിഫൻഡറും കൊണ്ട്, നമ്മുടെ ഡിഫൻഡറല്ലേ, ഡിഫൻഡറും കൊണ്ട് പറഞ്ഞ സമയത്ത് ആ വണ്ടി ഫുള്ള് പൊളിഞ്ഞ് തവിടുകൂടി. അത് മാത്രമല്ല ആ കഴ്സഡ് കാറുകളൊക്കെ മിക്കവാറും ആ വണ്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ വണ്ടി ഓൾറെഡി നല്ല സ്പോട്ടഡാണ്. അതുകൊണ്ട് ലെസ്റ്ററിൻ്റെ BMW M3 എടുത്തിട്ട് ആ വണ്ടിയാണെങ്കിൽ പോണ വഴി വെച്ച് ലെസ്റ്റർ വിളിച്ചിറങ്ങി ആ വണ്ടിയുടെ ലൊക്കേഷനുകളൊക്കെ ആ ഒരു കഴ്സഡ് കാറുകളൊക്കെ ട്രാക്ക് ചെയ്തെന്ന്. അതുകൊണ്ട് എന്തായാലും ആ വണ്ടി മാറ്റി. ആ കാർ ഇപ്പോൾ ജുറാസിക് പാർക്കിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണ്. നമ്മുടെ ആ ഒരു ഡിഫൻഡർ ആണെങ്കിൽ ലെസ്റ്ററിൻ്റെ ആ ഒരു ലെസ്റ്ററുകളൊക്കെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ കിടപ്പുണ്ട്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ കൺട്രോൾ ചെയ്ത് ഓടിക്ക്. എൻ്റെ ഈ വണ്ടി ഇവിടെ പോയാൽ ഇനിയിപ്പോൾ മാറ്റാൻ വേറെ വണ്ടിയൊന്നും കിട്ടൂല. ആ അതാ കിടക്കണതല്ലേ ലെസ്റ്റർ അണ്ണൻ്റെ വണ്ടി. ഇതല്ലേ ആ പച്ച കളർ BMW അല്ലേ? ആടെ ഷിൻചാനെ അതാ കിടക്കണത്. ഞാൻ പിന്നെ വട്ടമായിട്ടാണ് ആ ഒരു BMW ഒരു ഫോർച്യൂണറെ പിടിച്ചത്. ആ വണ്ടി വന്നാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്. ആ വണ്ടി ഇനി പിന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രശ്നം. ആ വണ്ടി മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും സേഫായിട്ട് എങ്ങോട്ടെങ്കിലും മാറണം. നമുക്കിതിൻ്റെ ഇടയിലല്ലോ ഒളിച്ചിരിക്കുക. എപ്പോഴും ആണെങ്കിലും കഴ്സഡ് കാർ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ വണ്ടിയുടെ ലൊക്കേഷനെങ്കിലും ആ സാധനം ട്രാക്ക് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ എന്നാൽ പിന്നെ പണി പാളി. ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം കയറിയിരിക്കാം. എൻ്റെ മോനെ നമ്മളങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയാണ്. എടാ ഷിൻചാനെ നീ ഒരു കാര്യം ചെയ്യും, നീ ഈ വണ്ടിയിൽ നിന്ന് വെളിയിലിറങ്ങാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഹൈഡായിട്ട് നിൽക്കാം. മിക്കവാറും ആ കഴ്സഡ് കാർ ഇങ്ങോട്ടല്ല വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. മിക്കവാറും നമ്മളെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വല്ല വെയിറ്റ് ചെയ്ത് നിൽക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്ന് നമുക്ക് ഇവിടെ നിൽക്കാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ പ്ലാൻ പറ. നമുക്ക് വണ്ടി ഇരുന്ന് പറഞ്ഞ് സെറ്റാക്കാം. പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴ്സഡ് കാറിനെ നശിപ്പിക്കണം. അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ കഴ്സഡ് കാർ നമ്മൾ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. ആ അത് ശരി തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ. നമുക്ക് ആ വണ്ടി ഫുള്ളങ്ങ് വെടിവെച്ചങ്ങ് പൊട്ടിച്ചാലോ? ഇല്ലടാ ഷിൻചാൻ ആ വണ്ടി വെടിവെച്ച് പൊട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു 4 ജാക്കി വാങ്ങിക്കാം. ജാക്കി വണ്ടി പൊക്കിയിടാം. ജാക്കി 4 ജാക്കി പിന്നെ ഒരു വലിയൊരു റോക്കറ്റ് ലോഞ്ചറും കൂടെ വാങ്ങിക്കാം. മതിയല്ലോ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇതൊക്കെ മതി. നമ്മുടെ അവിടെ സൈഡിലായിട്ടൊരു മുനേഷനുണ്ട്. നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം. അവിടെ പിന്നെ ഇഷ്ടം പോലെ വെപ്പൺസുകളൊക്കെ ഉണ്ട്. നമുക്കൊരു റോക്കറ്റ് ലോഞ്ചറും പിസ്റ്റളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എപ്പോഴാണ് പണി കിട്ടണമെന്ന് അറിഞ്ഞിടല്ലോ. ആടെ ഷിൻചാൻ നമുക്കിതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് പോവാം. ഓക്കെ ഗൈസ് നമ്മളെന്നാലും എമിനേഷനിൽ നമ്മളങ്ങനെ ഫുള്ളായിട്ട് നമ്മളങ്ങനെ വെപ്പൺസുകളൊക്കെ നമ്മളങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ താരം കൊണ്ട് കത്തിച്ചുവിടാനായിട്ട് ആ ഒരു കഴ്സഡ് കാർ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഷിൻചാനുകളൊക്കെ ഉണ്ട്. എടാ ഷിൻചാൻ നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടോ? ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ കുറച്ച് അകലായിട്ടാണല്ലോ. ഒരു കാര്യം ചെയ്ത് നമ്മൾ നേരത്തെ ഹൈഡ് നിന്ന് അവിടെ തന്നെ ഈ വണ്ടി ഇങ്ങനെ ഇടിച്ചു കയറ്റ്. നമുക്ക് ഇന്ന് തന്നെ ആ കഴ്സഡ് കാറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് തന്നെ കാര്യം. ആടെ ഷിൻചാനെ പെട്ടെന്ന് ഇറങ്ങണം. നീ എന്തായാലും അതിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരി. ഞാൻ ഈ താറിൻ്റെ ഫ്രണ്ടിലോട്ട് ഒളിച്ചിരിക്കുക. ഇന്ന് ആ കഴ്സഡ് കാറിൻ്റെ ഒരു കാര്യത്തിലൊരു തീരുമാനമാക്കിയുള്ളൂ. എടാ ഷിൻചാനെ നീ 4 ജാക്കിയൊക്കെ സെറ്റാക്കി. നമ്മൾ പിന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു റോക്കറ്റ് ലോഞ്ചർ വാങ്ങിച്ചല്ലോ. ആ വണ്ടി ഇവിടെ വരുമ്പോൾ അപ്പം തന്നെ അങ്ങ് പൊട്ടിച്ചളെ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻചാനെ നീ റെഡി ആണല്ലോടാ. ഇപ്പം തന്നെ ആ കഴ്സഡ് കാറിനെ നമുക്ക് നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ റെഡി തന്നെ.
ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് നോക്കടാ, എന്നെ വെടിവെച്ചോ. എടാ ഷിൻചാനെ വെടിവെക്കടാ. എൻ്റെ മോൻ, ഇന്നത്തോടെ ഈ കഴ്സലുകാരത്തിൻ്റെ ഒരു കാര്യത്തിലൊരു തീരുമാനം. നമ്മളങ്ങനെ ഗൈസ് മെയിനായിട്ടുള്ള കഴ്സലുകാരനെ പൊട്ടിച്ചു തുടങ്ങിക്കാണ്. എൻ്റെ മോൻ്റെ അവസാനം ഒരു പടയാളിയും കൂടെ ബാക്കിയുണ്ട്. ഇതെന്താണ്, നമ്മുടെ ഇവിടെ തന്നെ കയറി കൊള്ളണമല്ലേ. യെസ് ഗൈസ്, നമ്മളങ്ങനെ എല്ലാത്തിനെയും നമ്മളങ്ങനെ അടിച്ച് പൊട്ടിച്ച് നമ്മളങ്ങനെ നശിപ്പിച്ചേക്കാണ്. എൻ്റെ മോനെ, കഴ്സലുകാരൻ്റെ സ്റ്റോറി ഇവിടെ വെച്ച് അങ്ങനെ വൈൻഡപ്പ് ചെയ്തേക്കാണ്. എൻ്റെ മോനെ ഗൈസ്, അങ്ങനെ ഈ കഴ്സലുകാരൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ആയേക്കാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുള്ളായിട്ട് നമ്മളങ്ങനെ കഴ്സലുകാരനെ നമ്മളങ്ങനെ നശിപ്പിച്ച് നമ്മളങ്ങനെ കളഞ്ഞേക്കാണ്. ഓക്കെ എടാ ഷിൻചാനെ പെട്ടെന്നാണ് നമുക്ക് നേരെ തിരിച്ചിട്ട് നേരെ പോവാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, കഴ്സലുകാരൻ്റെ ശല്യം തീർന്നല്ല, അത് മതി. അല്ല ഒരു മിനിറ്റ്, എന്ത് കഷ്ടമാണടാ ഷിൻചാനെടാ, കഴ്സലുകാരൻ പിന്നെ വന്നടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് തോന്നുന്നു ഈ വണ്ടി നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ലെന്നാണ്. ആടാ ഷിൻചാൻ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എടാ ഇപ്രാവശ്യം ഈ വണ്ടിയുടെ പടയാളികളൊന്നും തന്നെ ഇല്ലല്ലോ. എനിക്ക് തോന്നി മെയിനായിട്ടുള്ള കഴ്സലുകാർക്ക് ഡയറക്റ്റ് നമ്മളെ ഫൈറ്റ് ചെയ്യാനുള്ള പ്ലാനാണെന്നാണ്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഈ വണ്ടി നശിപ്പിച്ചളയണം, അല്ലാതെ ശരിയാകത്തില്ല. എടാ ഷിൻചാനെ, എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ ഈ വണ്ടി നേരത്തെ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ റോക്കറ്റ് ലോഞ്ചറായിട്ട് പൊട്ടിച്ചളയാൻ. ഈ വണ്ടി ഓടാതെ ഒരു സ്ഥലത്ത് സ്റ്റില്ലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടിയെ പൊട്ടിച്ചളയാൻ, ഈ വണ്ടി എന്നേക്കുമായി ഇല്ലാതെ തോന്നണം. ഓക്കെ അങ്ങനെയാണെന്നാണ്. എടാ ഷിൻചാനെ പെട്ടെന്ന് ഓടിയോടാ, ജാക്കി ഇടറാ, ജാക്കി എടുത്ത് അതിൻ്റെ അടി കുത്തി ഇറക്കടാ, എന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് നമുക്ക് ഫുൾ ആ വണ്ടി നശിപ്പിച്ചാൽ കളയാം, അല്ലാതെ ശരിയത്തില്ല. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനത് എത്തി, ആ ജാക്കി എടുത്ത് അടി കയറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ അതേപോലെ തന്നെ ഷിൻചാനും കൂടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള കുറച്ച് ഷെൽഫും അതേപോലെ തന്നെ ജാക്കി എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ഈ കഴ്സലുകാരനെ അങ്ങനെ പൊക്കി കാണാട്ടെ. ഇപ്പം ഈ വണ്ടി ഓരോരുത്തും അനങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ 2 പടയാളികളും കാരണം ഈ വണ്ടിക്ക് എന്നാൽ വിളിക്കാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി കറക്റ്റ് തറയിൽ നിന്നാലേ പടയാളിയെ കണക്ക് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് മറ്റേ എക്സ്ട്രാ ഉള്ള 2 GTR ആക്കി ഈ വണ്ടി ഓടാതിരുന്നാലേ കേസ് നമുക്ക് ഈ വണ്ടി നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ എണ്ണം കൂടി വരികയും ചെയ്യും, ഈ വണ്ടി ഒരിക്കലും നശിക്കുകയില്ല. നമ്മൾ ഈ വണ്ടിയെ ഫുള്ളായിട്ട് അങ്ങ് പൊട്ടിച്ച് എന്നേക്ക് ഇല്ലാതാക്കാനായിട്ട് പോവുകയാണ് കേസ്. ഇനി ഈ കഴ്സലുകാർ നമ്മൾ ഒന്നുപോലും ബാക്കിയൊക്കെയാണല്ലോ. ഈ വണ്ടിയെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കാനായിട്ട് വേണം. ഓക്കെ ഇനിയെങ്കിലും ഈ വണ്ടി ഒന്ന് നേരെയായി ഫുള്ള് നശിച്ചൊന്ന് പോയാൽ മതിയായിരുന്നു. എൻ്റെ ഗ്ലാസ് ഞാൻ എറിഞ്ഞങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാണ്. വണ്ടിയെ ഫുള്ള് ഞാൻ പൊട്ടിക്കാനായിട്ട് പോകണം, ഫുള്ള് സ്റ്റിക്കി ബോംബിട്ട് അടിച്ച് പൊട്ടിക്കാനായിട്ട് പോവേണം. ഓക്കെ ഒന്നും നോക്കണ്ട. ഓക്കെ ഇന്നത്തോടെ ഈ വണ്ടിയുടെ സ്റ്റോറി എല്ലാം ഇവിടെ വെച്ചാൽ തീരണം കേസ്, അല്ല ശരിയാകത്തില്ല. ഓക്കെ ഈ വണ്ടി ഓടാതിരുന്നാൽ ഒന്നും മതിയായിരുന്നു. ഓക്കെ ഈ വണ്ടി മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കി കളയാം കേസ്. ഓക്കെ നമുക്ക് എന്തായാലും അങ്ങനെ മൊത്തത്തിൽ എന്തായാലും ഇതിലെന്തായാലും സ്റ്റിക്കി ബോംബ് കണക്ക് എന്തായാലും ഇടാം കേസ്. ഓക്കെ നമ്മളങ്ങനെ മൊത്തത്തിൽ നമ്മളങ്ങനെ സ്റ്റിക്കി ബോംബ് കണക്കിട്ട് നമ്മളങ്ങനെ ഫുള്ള് നമ്മളങ്ങനെ ആക്ടിവേറ്റ് കണക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ ഈ കഴ്സലുകാരൻ്റെ സ്റ്റോറി ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ്. 3, 2, 1, 0. എൻ്റെ മോനെ, ഇതെന്താണ് സീൻ? എൻ്റെ അമ്പോ, കഴ്സലുകാർ ഒരു പരിവായിട്ടാ ഫുള്ള് പൊട്ടിത്തെറിച്ച് കരിഞ്ഞു പോയേക്കാണ്. ഇനി ഈ വണ്ടിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ കണക്കെ ആക്കിയിട്ടുണ്ട് കേസ് നമ്മളൊക്കെ. എൻ്റെ അമ്പ ഈ വണ്ടി മൊത്തത്തിൽ നശിച്ച് നാമണക്കല്ലായി പോയിട്ടുണ്ട് കേസ്. എൻ്റെ മൊത്തത്തിൽ എന്തായാലും പൊളിഞ്ഞു പോയിട്ടെന്തായാലും ഉണ്ട്. ഫുള്ളായിട്ട് ഈ വണ്ടി എല്ലാം കത്തി പോയിട്ടുണ്ട്. ഓക്കെ കേസ്, ആ വണ്ടി ഓട്ടോമാറ്റിക്കലി ഡീസ്പോണായി പോയേക്കാണ്. ഓക്കെ കേസ്, അങ്ങനെ ഫൈനലി കേസ് അങ്ങനെ കഴ്സലുകാരൻ കണക്ക് അങ്ങനെ ഫൈനലി അങ്ങനെ ഇല്ലാതായേക്കാണ്. അങ്ങനെ കഴ്സലുകാരൻ്റെ ഫുൾ പ്രശ്നങ്ങൾ ഇവിടെ വെച്ചെന്നാലും എൻ്റെ ആവുകയാണ്. ഇനി കഴ്സലുകാർ എന്നുള്ള ഒരു സാധനമേ ഇവിടെ ഇല്ല കേസ്. ഓക്കെ നമ്മൾ മൊത്തത്തിൽ കഴ്സലുകാരനെ നശിപ്പിച്ചേക്കാണ്. ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയുള്ളൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ കാണാനൊക്കെ നമ്മുടെ ഒരു കഴ്സലുകാരൻ്റെ ഈ ഒരു സീരീസുകളൊക്കെ ഇവിടെ വെച്ചാൽ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് എന്നാലും പോവുകയാണ്. ഓക്കെ അപ്പോൾ എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. നാളെ വേറെ അടിപൊളി കിടുക്കാച്ച സീരീസായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ അപ്പം പുതിയൊരു കിടുക്കാച്ച വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഇതിലൂടെ ആരെയും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. നമ്മുടെ ചാനൽ കണക്ക് 851 സബ്സ്ക്രൈബേഴ്സ് കണക്ക് ഫൈനലി അങ്ങനെ ഹിറ്റായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ 1K കണക്ക് എന്നാലും അടിക്കാനുള്ളതാണ്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ എല്ലാ വീഡിയോസുകളൊക്കെ ചെയ്യുന്നതാണ്. ഇനി ഏതായാലും അടുത്ത് കൊണ്ടുവരാൻ പോണ സീരീസ് കണക്കെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനെ കണക്ക് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണ ഒരു സീരീസുകളൊക്കെയാണ്. നമ്മളൊരു സ്കെയറി ആയിട്ടുള്ളൊരു സാന്റാക്ലോസിനെ ആയിട്ട് നമ്മളങ്ങനെ കൊണ്ടുവരുന്നതാണ്. അതൊക്കെ നിങ്ങൾ നാളത്തെ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കിടുക്കാച്ച വീഡിയോ ഞാൻ നാളെ എന്താണ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ കാണുള്ള എല്ലാവർക്കും
ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.